ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെ നിഹമോളെ മാരേജ് ആട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കാണുന്നത് ഓളോളെ ദുപ്പട്ടൊക്കെ റെഡിയാക്കണ തിരക്കിലാട്ടോ. അവൾ പ്രാക്ടീസ് ചെയ്യാണ് ദുപ്പട്ട ഇട്ടിട്ട് എങ്ങനെ ചെല്ലണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അവിടെ നിൽക്കാതെ നടന്നുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നിൽക്കാതെ കഴിഞ്ഞെന്ന് കേട്ടിട്ട് നമ്മളിതാ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. മഹറിട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. മുകളിലാണ് സ്റ്റേജുള്ളത് ഗൈസ്. അപ്പോൾ നിഹനെ നിൽക്കാതെ കഴിഞ്ഞു, ഇനി മഹർ കിട്ടണം. അപ്പോൾ താണ്ടി നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടി റെഡിയായി നിൽക്കണം. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു നിക്കാഹ് കഴിഞ്ഞെങ്കിലും ചെക്കനും കൂട്ടരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ്. ഓരത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓക്കാണെങ്കിൽ ദുപ്പട്ട ഇട്ടിട്ട് തന്നെ അവൻ്റെ മുന്നിലേക്ക് തന്നാൽ മതി എന്നുള്ള ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഒരു പോകാൻ വേണ്ടിയിട്ട്. ഒരു പോയിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടി സ്റ്റേജിലേക്ക് കയറാൻ. കാരണം ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് മഹർ ഇട്ടാൻ വരിക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും വേണം. അപ്പോൾ ഇവർ ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഒരു പോണത് നോക്കിയും കണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ നമ്മളെ ചെക്കന്. പിന്നെ ആ ചെക്കനൊക്കെ പോയി. നമ്മളിവിടെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കണ തിരക്കിലാണ്. തോളത്താത്തയും ഫാമിലിയാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, വെയിറ്റിങ്ങിലാണ്. ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. കുറച്ചും കൂടി കഴിയും എങ്ങനെ ആയാലും ബാക്കി എല്ലാവരും വരാൻ. അപ്പോൾ ഓളിതാ സ്റ്റേജിലേക്ക് കയറിയിരിക്കണേ. അപ്പോൾ ഇതാ ഓരോരുത്തർ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. ഓളങ്ങോട്ട് വന്നിട്ടാണ്. ഇതൊരു വല്ലാത്തൊരു ചടങ്ങ് തന്നെയാണല്ലേ. ഇനി വരുന്നവരും പോണവരൊക്കെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കും. ഒരു 150 ഫോട്ടോസെങ്കിലും ഓള് പോസ് ചെയ്യാൻ നിൽക്കണം. അതും ഇത്രയും വെയിറ്റുള്ളൊരു സാധനം ഇട്ടും കൊണ്ട്. സത്യം പറയാമല്ലോ, ഞാനൊക്കെ എൻ്റെ കല്യാണത്തിന് ഇത്ര വെയിറ്റുള്ള ഡ്രസ്സ് അല്ലെങ്കിലും നൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഊരവേദന ഒക്കെ ആയിരുന്നു. അപ്പോൾ ഓളൊക്കെ അത് പറയേണ്ടിയില്ല ഇനി രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക്. അങ്ങനെ അതാ നമ്മളെ ചെക്കനൊക്കെ വന്നിട്ട് മഹറൊക്കെ കെട്ടിട്ടോ. മഹർ കെട്ടുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് ശേഷം കുറേ പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. ചെക്കൻ്റെ ഫ്രണ്ട്സാണ് ആ സൈഡിൽ നിൽക്കുന്ന ഫുള്ള് ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ അങ്ങനത്തെ കുറേ ചെറ പരിപാടികളായിരുന്നു. പിന്നെയും ഓളെ പരിപാടിക്ക് കുറേ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുട്ടി ആരാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അടിപൊളി സോങ്, നല്ലൊരു അടിപൊളി പാട്ടൊക്കെ പാടിയിന്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ കേൾക്കണ്ടേ? ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം. കോപ്പിറൈറ്റ് ഒന്നും വരില്ലായിരിക്കും. ഈ കുട്ടീൻ്റെ പാട്ട് മാത്രമല്ല, വേറെ 2 കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മളെ പെണ്ണിതാ വാപ്പനെ പിടിച്ച് കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടോ. എനിക്കാണെങ്കിൽ ജസ്റ്റ് മിസ്സായിപ്പോയി, ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഓളമ്മനോടും കുടുംബക്കാരോടും ഫ്രണ്ട്സിനോടും എല്ലാവരോടും യാത്ര പറഞ്ഞോളും. വാപ്പൻ്റെ കൂടെ പോകാൻ നിൽക്കുന്നത് നമ്മളാണ്, വൈറ്റ് ഷർട്ട്. പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. ഇതൊക്കെ ഫാമിലി മെമ്പേഴ്സാണ്, വേണ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളും ഉണ്ട്. അപ്പോൾ എന്താ ചെക്കന് വരുന്നുണ്ടെന്ന് കേട്ടിട്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ മക്കളെ, നമ്മളെ ചെക്കൻ എത്തിക്കണ്. കാറിൽ ചെക്കൻ ഉണ്ടേനു, ചെക്കൻ ഉണ്ടാവില്ല എന്ന് ഇനി നമ്മളെല്ലാവരും വിചാരിച്ചത്. കാരണം ചെക്കൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ഓൾറെഡി എത്തിക്കഴിഞ്ഞിരിക്കണല്ലോ. പുതുക്കെന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അത് ഓര് വന്ന് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ചെക്കൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ കാറിൻ്റെ ഉള്ളിൽ ചെക്കൻ ഉണ്ടായിന്. അങ്ങനെ ഇതാ ഓള് കയറി, അവൾ അതിൻ്റെ അകത്ത് കയറി ഇരിക്കുന്നുണ്ട്. അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സങ്കടങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ ഒതുക്കണമല്ലോ, അതായിരിക്കും. അപ്പോൾ ഇതാ ടാറ്റയും എന്താണ് ഉമ്മയൊക്കെ തന്നിട്ടൊക്കെയാണ് പോണത്. പിന്നെ ചെക്കൻ പോയതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടൊക്കെ. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ. നമ്മൾ നടക്കാണ്ട് ഒരു വണ്ടി ഏർപ്പാടാക്കിക്കൊണ്ട് വണ്ടി കയറി കുത്തിരുന്ന്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് കാട്ടാം. അപ്പോൾ നമ്മൾ ചെക്കൻ്റെ ഹോളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടോ. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ വലിയ പരിപാടികളൊന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ നമ്മളിവിടുന്ന് ഫുഡൊക്കെയാണ് മെയിൻ. ആ ഫുഡൊക്കെ കഴിഞ്ഞത് ഇതാണ് നമ്മൾ ചെക്കൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.